ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മേഴ്സിസ് വേൾഡ്. ഞാനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരു ടിപ്സാണ്. നമ്മുടെ പാൻറ് അല്ലെങ്കിൽ നമ്മുടെ ബോട്ടം ലൂസായി കഴിഞ്ഞാൽ നമ്മൾ വെറുതെ കളയാറാണ് പതിവ്. എലാസ്റ്റിക് ലൂസായി എന്ന് പറഞ്ഞാൽ നമ്മളതങ്ങനെ അങ്ങോട്ട് വെറുതെ കളയും. ഇനി നമുക്കതങ്ങനെ വെറുതെ കളയണ്ട. അതിനുള്ള ഒരു ടിപ്സാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അതിന് പകരം ആ ലൂസായിട്ടുള്ള പാൻറ് അല്ലെങ്കിൽ ബോട്ടം നമുക്ക് എങ്ങനെ അത് ഉപയോഗപ്രദമാക്കാമെന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ പാൻറ് കേട്ടോ. നമ്മൾ എലാസ്റ്റിക് ലൂസായ പാൻറ്റാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. കണ്ടോ, അതിനെയാണ് നമ്മൾ ശരിയാക്കാൻ പോണത്. നമ്മൾ ഈ ബോട്ടും പാൻറ്റൊക്കെ മേടിക്കുമ്പോൾ അതിൻ്റെ ബാക്കും ഫ്രണ്ടൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അതുമ്പോൾ ഒരു സ്റ്റിക്കർ ഉണ്ടാവും. ആ സ്റ്റിക്കറുള്ള ബാഗാണ് നമ്മുടെ ബാക്കായിട്ട് വരുന്നത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗം അതിൻ്റെ ഫ്രണ്ടായിട്ട് വരും. ഇതാണ് അതിൻ്റെ ബാക്ക് ഭാഗം, അടയാളമുള്ള ഭാഗം. അങ്ങനെ ആ പാൻറ്റിൻ്റെ ആ സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്ന ഭാഗം ബാക്കായിട്ടാണ് വരിക. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗം നമ്മൾ എടുത്തതിന് ശേഷം അത് പതുക്കനെ ഒന്ന് പൊന്തിച്ചു കൊടുക്കുക. അതായത് ചെറുതായിട്ട് ആ രണ്ടും കൂടിയിട്ടുള്ള ഭാഗത്തിൻ്റെ ഒരു സ്വല്പം ഒന്ന് പൊക്കി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒന്ന് നമ്മൾ പതുക്കനെ കത്രി കൊണ്ട് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യുക. കാരണം അത് പൊന്തിച്ചു കൊടുക്കണമെന്ന് വെച്ചാൽ അപ്പുറത്തെ ഭാഗം മുറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അവിടെ ഒരു ചെറിയ കത്രി കൊണ്ട് ഒരു ചെറിയ ഒരു തുണ്ട് ഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്യുക. ഇനി നമ്മൾ ആ ഭാഗം പൊന്തിച്ച് പിടിച്ചിരിക്കുന്ന ഭാഗം ഒരു സ്വല്പം ചെറുതായിട്ട് കുറച്ച് മാത്രം കട്ട് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്യുക. ഇത്ര വേണ്ടത് ഈ കണ്ട ഈ ഒരു തുണ്ട് കണ്ട ഇത്രയൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. കണ്ടോ, അപ്പോൾ ഇതെങ്ങനെ കിട്ടി നമുക്ക് അവിടെ കണ്ടോ, അങ്ങനെ കിട്ടി. ഇനി ആ ഓട്ടയിൽ കൂടി നമുക്ക് ചരട് കുറക്കണം. അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അത്രയ്ക്കുള്ള ഓട്ടം മതി. കാരണം ഒരു ചരട് കുറക്കാൻ മാത്രമായിട്ടുള്ളൊരു ഓട്ടം മാത്രമേ വേണ്ടൂ. കണ്ടോ, ആ ഓട്ടയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇനി നമ്മൾ സാധാരണ ഇതിന് നമ്മൾ പാൻറ്റും ചുരിദാറും ബോട്ടൊക്കെ തയ്പ്പിക്കുന്ന സമയത്ത് അവർ നമുക്ക് ചരടാണ് ഇട്ട് തരാം. അങ്ങനെ ചരട് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഓട്ടം ഇട്ടിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ചരടാണിത്. ഈ ചരടൊക്കെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും കേട്ടോ. അങ്ങനെ എടുത്തിരിക്കുന്ന ചരടാണിത്. ഇനി ഈ ചരടാണ് നമുക്ക് ആ ഓട്ടയിൽ കൂടി കോർക്കേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചരട് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ആ ചരടിനെ ഒരു സെഫ്റ്റി പിൻ എടുത്തിട്ട് നമ്മൾ ആ ഒരു സെഫ്റ്റി പിൻ കോർത്തിട്ട് നമ്മളത് ആ ഓട്ടയിൽ കൂടി അങ്ങോട്ട് കടത്താണ് ചെയ്യണത്. അതിപ്പോൾ സാധാരണ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ടൈലറിങ് അറിയണവർക്കൊക്കെ അത് എങ്ങനെ കുറക്കണ്ടേന്ന് അറിയാം. ഇനിയിപ്പോൾ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാ കണ്ടോ, അതിൽ സെഫ്റ്റി പിൻ എടുത്തു. കണ്ടോ, സെഫ്റ്റി പിൻ എടുത്തിട്ട് നമ്മളത് ആ ചരടും ഇങ്ങനെ അങ്ങോട്ട് കുത്തി കൊടുക്കും. എന്നിട്ട് ആ സെഫ്റ്റി പിൻ അടയ്ക്കും. കണ്ടോ, ഓട്ട അടയ്ക്കും. എന്നിട്ട് അതെടുത്തത് നമ്മൾ ഓട്ട അടച്ച് നല്ലോണം പുറത്തേക്ക് വലിച്ചൊക്കെ ഇട്ടില്ല എന്നുള്ള ഉറപ്പിൽ നമ്മൾ കുത്തി വെച്ചതിന് ശേഷം അത് നമ്മളിതേ ഓട്ടയിൽ കൂടി അങ്ങോട്ട് കടത്തി കൊടുക്കുക. കണ്ടോ, ആ ഓട്ടയിലേക്ക് ഒരു വെച്ചിട്ട് അങ്ങോട്ട് കടത്തി കൊടുക്കുക. കണ്ടോ, ഇനി അത് നമ്മൾ പതുക്കെ ആ ഓട്ടയിൽ കൂടി ചെറുതായിട്ട് ഇങ്ങനെ നീക്കി കൊടുക്കുക. നീക്കി കൊടുക്കുന്നതനുസരിച്ചിട്ട് നമ്മുടെ ആ പാവാടയുടെ ചരട് ഇങ്ങനെ വലിച്ച് കൊണ്ടുവരിക. സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ഇനി നമ്മളത് സെഫ്റ്റി പിൻ കുറേശ്ശെ അങ്ങോട്ട് നീക്കി മറ്റേ ഓട്ട എത്തുന്നത് വരെ അങ്ങോട്ട് നിൽക്കണം. അപ്പോൾ അത് അപ്പുറത്തെ ഓട്ടയിൽ കൂടി അതങ്ങനെ അങ്ങോട്ട് പോരില്ല. അതാണ് ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നോക്കിയാൽ കണ്ട ആ സെഫ്റ്റി പിൻ്റെ മാത്രം അങ്ങോട്ട് ഉള്ളിൽ കൂടി പതുക്കെ നീക്കുക. കണ്ടോ, അങ്ങനെ നീക്കി നോക്കുക. അങ്ങനെ തന്നെ കണ്ടോ, അതങ്ങനെ അങ്ങോട്ട് ആ ചുളിവ് നിർത്തി അങ്ങോട്ട് നീക്കി കൊണ്ടുപോവാം. നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളായാലും കൂടി അവരെന്ത് ചെയ്യും, ഈ എലാസ്റ്റിക് ലൂസായി പോയി അമ്മച്ചി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട്
അവരത് അവിടെ ഇട്ടിട്ടേ പോകും. അവർ പിന്നെ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കില്ല. അങ്ങനെ നല്ല വലിയ കുഴപ്പമില്ലാത്ത നല്ല ബോട്ടമായിരിക്കും, അല്ലെങ്കിൽ പാൻറ്റായിരിക്കും, വേറെ ഒരു കേടുമില്ല. അപ്പോൾ അതിങ്ങനെ നമ്മളിങ്ങനെ നശിപ്പിച്ച് കളഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ ചെയ്തെടുത്താൽ നല്ലതായിട്ട് വീണ്ടും നമുക്ക് ഉപയോഗിക്കാം. കുറേ കാലങ്ങളോളം നമുക്ക് വീണ്ടും ഉപയോഗിക്കാം ഇങ്ങനെ ചരട് പുറത്തെടുത്ത് കഴിഞ്ഞാൽ. ഇതിങ്ങനെ അങ്ങോട്ട് കോർത്ത് ശരിയാക്കി കൊണ്ടുവരും. ഇനി ചില പാൻറ്റുകൾക്ക് ഇതിൻ്റെ സെൻറ്ററിലൊരു അടിപ്പ് കാണാം. അങ്ങനെയുള്ളതിന് നമ്മൾ ആ സെൻറ്ററിൻ്റെ വരുമ്പോൾ ഇത് ചെറുതായിട്ട് അവിടെ ഇതുപോലെ നമ്മൾ ഫ്രണ്ടിൽ കട്ട് ചെയ്ത പോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ചരടതി കൂടി കോർത്തെടുത്താൽ മതി. അപ്പുറത്തേക്ക് കൂടി, അതായത് പുറത്തേക്ക് വരാത്ത വിധത്തിൽ ഉള്ളിൽ കൂടി തന്നെ കോർത്ത് കൊണ്ടുപോകാൻ. മിക്കവാറും അങ്ങനെ ഉണ്ടാവാറില്ല, ചില പാൻറ്റുകളിലൊക്കെ അങ്ങനെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളത് അങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇനി മേലാൽ ആരും ഇനി ബോട്ടും പാൻറ്റും ലൂസായെന്നും പറഞ്ഞിട്ട് കളയാൻ നിൽക്കണ്ട. തുടയ്ക്കാനായിട്ടൊക്കെ എടുക്കും ചിലർ, പാൻറ്റ് ലൂസായെന്നും വേണ്ട, അതൊന്നും വേണ്ട. നമുക്കിനി അത് ഉപകാരപ്രദമാക്കി എടുക്കാം. ഞാൻ ഈ കാണിച്ചു തരുന്ന ടിപ്സ് നിങ്ങളൊന്ന് ചെയ്താൽ മാത്രം മതി. അങ്ങനെ നമ്മുടെ ചരട് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തെ അറ്റം വരെ എത്തിക്കണ്ട. അങ്ങനെ നമ്മുടെ ചരട് രണ്ടറ്റത്തു നിന്നും ഒന്ന് കൂട്ടിമുട്ടി ചരട് വന്ന് കൂട്ടിമുട്ടി കണ്ട നമ്മൾ കൊടുത്ത ആ ഓട്ടയിലേക്ക് തന്നെ അത് എത്തി. ഇനി നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് ശരിയാക്കിയിട്ട് വലിച്ച് എലാസ്റ്റിക് ചരട് വലിച്ച് ഞെറികളൊക്കെ ശരിക്ക് ഭംഗിയാക്കി വയ്ക്കും. ഇപ്പം നമ്മൾ പ്രായമായവർ വരേക്കും ഇപ്പോൾ ചുരിദാറും തന്നെയാണ് ഇടുന്നത്. പണ്ടൊക്കെ അവർ സാരിയാണ് ഉടുത്തിരുന്നത്. ഒരു പ്രായമായ എല്ലാവരും പഴയ കാലങ്ങളിൽ സാരിയാണ് ഉടുത്തിരുന്നത്. ഇപ്പം എല്ലാവരും പ്രായമായ 90 വയസ്സായവരും അത് തുടങ്ങി എല്ലാവരും ഇപ്പോൾ ചുരിദാറാണ് ഇടുന്നത്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ്. ചെറിയ കുട്ടികൾ തുടങ്ങി വലിയ ആളുകൾക്ക് വരെ, അതായത് അത്ര പ്രായം കൂടിയ ആളുകൾക്ക് വരെ ഉപയോഗപ്രദമായ ഒരു വീഡിയോ ആണിപ്പോൾ ഇത്. അപ്പം അങ്ങനെ ഇനി പാൻറ്റ് ലൂസായതും ബോട്ടം ലൂസായതും ആരും കളയണ്ട. ഇത് നമുക്കിങ്ങനെ ഉപകാരപ്രദമാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ചുരിദാർ റെഡിയായി. കണ്ട, ഇനിയിപ്പോൾ ചരട് കുറച്ചുകൂടി നീട്ടം വേണമെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വലിച്ച് നമുക്ക് എടുക്കാം. രണ്ട് സൈഡിലത്തെ ചരട് ഒപ്പാക്കി എടുക്കണമെങ്കിൽ അങ്ങനെ നമുക്ക് ഒപ്പം വലിച്ച് കറക്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ പണ്ട് കാലത്ത് നമ്മൾ തയ്ച്ച് കിട്ടണ ഈ പാൻറ്റുകളുമൊക്കെ ഇങ്ങനത്തെ ചരടുകളാണ് ഉണ്ടാവുക. അന്ന് എലാസ്റ്റിക്കൊന്നും അധികം വെച്ച് തരില്ല. ടൈലർ തയ്പ്പുകാരെല്ലാവരും ഇങ്ങനത്തെ ചരട് പുറത്തിട്ട് തന്നെ തരാം. ഇപ്പോഴാണ് ഈ എലാസ്റ്റിക്കൊക്കെ വെച്ച് വന്നു തുടങ്ങിയത്. അപ്പോൾ ഇനി ഒരൊറ്റ പാൻറ്റും ഒരൊറ്റ ബോട്ടും എലാസ്റ്റിക് ലൂസായി എന്ന് പറഞ്ഞ് കളയാൻ നിൽക്കണ്ട. അത് നമുക്കിങ്ങനെ ചരടിട്ട് നമ്മുടെ പാകത്തിന് വലിച്ചു കെട്ടി നമുക്ക് ഉപയോഗിക്കാം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം. വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.